നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെ നാടകീയ നീക്കവുമായി പി.വി. അൻവർ എം.എൽ.എ. ചെന്നൈയിലെത്തിയ പി.വി. അൻവർ ഡി.എം.കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. ഇതോടെ പി.വി. അൻവർ ഡി.എം.കെയുടെ ഭാഗമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. പി.വി. അൻവറിന്റെ അനുയായികൾ സമൂഹമാധ്യമങ്ങളിൽ എം.കെ. സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതും അഭ്യൂഹങ്ങൾ ശക്തമാക്കി. നാളെ മഞ്ചേരിയിൽ നിശ്ചയിച്ച നയവിശദീകരണത്തിൽ മാറ്റമില്ല എന്ന് പി.വി. അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 6-ാം തീയതി വൈകുന്നേരം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന നയ വിശദീകരണ യോഗം മാറ്റിവെച്ചതായി ചില കുപ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. നാളത്തെ പരിപാടിയിൽ ഒരു മാറ്റവുമില്ല. ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ വിഷയങ്ങൾ കേരള ജനത സഗൗരവം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഈ മൂവ്മെന്റിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നേർക്കുനേരെ തോൽപ്പിക്കാൻ കഴിയാത്തതിന് വളഞ്ഞ വഴി ഉപയോഗിച്ചുകൊണ്ട് നാളത്തെ പരിപാടിയിലെ ജനസാന്നിധ്യം കുറക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ കൂടെ ഭാഗമാണ് ഈ രീതിയിലുള്ള പ്രചരണം എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ ബഹുമാന്യരായ ജനസമൂഹം മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ വിവാദം, മുഖ്യമന്ത്രിയുമായുള്ള പരസ്യപോര്, CPIM-ഉമായുള്ള പോര്, അതിനൊക്കെയിടയിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം, ഇപ്പോൾ DMK നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. അൻവറിന്റെ മനസ്സിൽ എന്താണ് വിപിൻ സി വിജയൻ? റിജിത്തെ, നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളെല്ലാം തമ്മിൽ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കുറെ ദിവസങ്ങളായി തന്നെ പി.വി. അൻവർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ DMK-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് പി.വി. അൻവർ ചെന്നൈയിലേക്ക് പോയത് എന്നുണ്ടെങ്കിലും ഇന്നലെ തന്നെ പി.വി. അൻവറിന്റെ മകൻ റിസ്വാൻ ചെന്നൈയിലേക്ക് എത്തിയിരുന്നു. അവിടെ വെച്ച് മന്ത്രിയും അതുപോലെ തന്നെ M.K. സ്റ്റാലിന്റെ വിശ്വസ്തനുമായിട്ടുള്ള സെന്തിൽ ബാലാജി ആയി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇന്നിപ്പോൾ പി.വി. അൻവറും ചെന്നൈയിലേക്ക് എത്തുന്നു. കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ പി.വി. അൻവറിന്റെ മകൻ കൂടി ഈ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം വിലയിരുത്താൻ. ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളായിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ DMK മുന്നണിയുടെ ഭാഗമാവുകയാണോ പി.വി. അൻവർ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു നീക്കമുണ്ടോ, അതോ നാളത്തെ പൊതുസമ്മേളനത്തിലേക്ക് അവരെ ക്ഷണിക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. നാളെ 8:30 വാർത്താ സമ്മേളനം പി.വി. അൻവർ വിളിച്ചിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹം ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്തുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ M.K. സ്റ്റാലിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം കൂടിയാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം നിലവിൽ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പി.വി. അൻവർ CPM-ഉമായും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായും ഒക്കെയുള്ള വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരുന്നു. ഇനി എന്തായിരിക്കും പി.വി. അൻവറിന്റെ ഭാവി എന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് താൻ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായി തന്നെ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചലനം നടത്തിയിരിക്കുന്നത്. അതായത് DMK-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതാണോ ഇനി മനസ്സിൽ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പി.വി. അൻവർ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ DMK മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ അതൊരു സ്വതന്ത്രമായി തന്നെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വന്യജീവി ശല്യം ആണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന താൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അത് മലയാളികളെ മാത്രമല്ല, ഈ ഇപ്പോൾ വഴിക്കടവ് പ്രദേശങ്ങളിലായാലും ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിലായാലും കോഴിക്കോടായാലും ഒക്കെ മലയോര ജനത അനുഭവിക്കുന്ന വലിയ പ്രയാസമാണ്. അവിടെ എത്തിയിട്ടുള്ള തമിഴ് ആളുകൾ കൂടി അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇതൊക്കെ മുന്നോട്ട് കൂടി വയ്ക്കുക. അതുപോലെ തന്നെ നിലമ്പൂരിന്റെ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ തുടർ രാഷ്ട്രീയ നീക്കം എന്ത് എന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. DMK നേതാക്കളുമായി, മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. DMK മുന്നണിയുടെ ഭാഗമാകാൻ പി.വി. അൻവർ ഒരുങ്ങുന്നോ എന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരം എന്തായാലും നാളെ ഉണ്ടാകും എന്ന് കരുതാം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്.